ഹലോ. ഇപ്പോൾ രാവിലെ കൃത്യം 7:06 AM ആയിട്ടുണ്ട്. ഞങ്ങളുടെ വേഷവിധാനങ്ങളൊക്കെ കണ്ടാലറിയാം ഞങ്ങളൊരു ഒട്ടക സവാരിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് രാവിലെ ഫസ്റ്റ് ബാച്ചാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. സൂര്യൻ ഉദിക്കുന്ന സമയം 7:15 എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് മുൻപ് തന്നെ എണീറ്റ് ഇവിടെ വന്നിട്ട് നിൽക്കുകയാണ്. അപ്പം അവർ തന്നെ നമുക്ക് ഒരു കോസ്റ്റ്യൂമൊക്കെ തന്നിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ മുകളിലേക്ക് കയറുമ്പം ആ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗിയായിരുന്നു ഈ കളറ്. അപ്പം ഇനി തലപ്പാവ് ചുറ്റുന്ന പരിപാടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തലപ്പാവൊക്കെ ഒട്ടകത്തിനെ ഒട്ടകത്തിൻ്റെ ഡ്രൈവർ തന്നെ നമുക്ക് ചുറ്റി തന്നു. ഭയങ്കര ഒട്ടകത്തിൻ്റെ മണമായിരുന്നു കേട്ടോ ഇതിന്, ഈ ഡ്രസ്സിനും പുള്ളിക്കും എല്ലാം. ആദ്യമായിട്ടാണ് മരുഭൂമിയിൽ സ്റ്റേ ചെയ്തത് എന്ന് പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ടാണ് ഒട്ടകത്തിൻ്റെ പുറത്തും കയറാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് പേടിയും കുറച്ച് എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല, ഒട്ടകത്തിൻ്റെ പുറത്തുനിന്ന് താഴെ വീഴുമോ എന്നൊക്കെ ഉള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഒട്ടകങ്ങൾ വരിയായിട്ട് നടന്നു വരികയാണ്. ഇതിലേത് ഒട്ടകത്തിൻ്റെ പുറത്താണ് കയറുന്നതെന്ന് അറിയത്തില്ല. എന്തായാലും മുമ്പ് പുറത്ത് കയറിയ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. പക്ഷേ അത് ഭയങ്കര ഹൈറ്റായിട്ട് എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പോൾ ഇനി ഒട്ടകത്തിന് അതിനെക്കാട്ടും പൊക്കമാണല്ലോ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. അപ്പം ടെൻഷനായിരുന്നു. അപ്പോൾ എങ്ങനെയായാലും ഒട്ടകപ്പുറത്ത് കയറി നമ്മുടെ ഒട്ടക സവാരി തുടങ്ങിയിരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു. രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടകമല്ലേ, അതിങ്ങനെ നടക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു നമ്മളിങ്ങനെ കാണുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു ഇതുണ്ടായിരുന്നു. എനിവേ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സൂര്യൻ ഉദിക്കുന്നത് കാണാൻ പറ്റി. ഒട്ടക സവാരിയോടൊപ്പം വളരെ മനോഹരമായിട്ടുള്ളൊരു സൂര്യോദയം കാണാനുള്ളൊരു ഭാഗ്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഈ ഇരിക്കുന്നത്. ആദ്യത്തെ ആളൊഴിച്ച് 2, 3, 4, 5 സ്ഥാനങ്ങളിലുള്ളത് ഞങ്ങൾ 4 പേരുമാണ്. ഒട്ടകത്തിനെ മേയ്ക്കുന്ന ആ ആൾ തന്നെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. പുള്ളി ഭയങ്കര നല്ലൊരു ഫ്രണ്ട്ലി ആളായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിലധികം ഫോട്ടോസ് എല്ലാം പുള്ളി എടുത്തു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്ക് തന്നെ മനസ്സിലാവുമായിരിക്കും നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു റിങ് ഉണ്ട്, ഒരു സ്റ്റിയറിംഗ് ഒക്കെ പോലെ. അപ്പോൾ അതിൽ പിടിച്ചാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇരുന്നത്. ഫുള്ളൊരു അലാദീൻ വൈബായിരുന്നു. മാജിക് കാർപ്പറ്റ് ഇല്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ ഒട്ടകങ്ങളിൽ ചിലതൊക്കെ ഭയങ്കര വികൃതിയുള്ള ഒട്ടകങ്ങളുണ്ടായിരുന്നു. സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, ഈ ഒട്ടകങ്ങളൊക്കെ ഇങ്ങനെ കണക്ട് ചെയ്താണ് നിർത്തിക്കുന്നത്. ഒരൊട്ടകത്തിൻ്റെ തലഭാഗം മറ്റേ ഒട്ടകത്തിൻ്റെ ബാക്ക് സൈഡിൽ ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഓരോന്നും ഇങ്ങനെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ പെട്ടെന്ന് നേരെയൊന്നും തെറ്റി പോവില്ല. പക്ഷെ എന്നാലും ഇതിൽ വികൃതികളുള്ള കുറച്ച് ഒട്ടകങ്ങളുണ്ടായിരുന്നു, ബാക്ക് സൈഡിൽ നിന്ന് വരുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ തിരിയുമ്പോൾ നമുക്കും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഫ്രണ്ടിലുള്ള ആൾക്കാർക്കും കിട്ടും. അതിപ്പോൾ ഫ്രണ്ടിലുള്ള ഒട്ടകം അങ്ങനെ ഒരു ഇംബാലൻസ് കാണിച്ചാൽ ഒബ്വിയസ്ലി പുറകിലുള്ളവർക്കും കിട്ടും. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എൻ്റെ ഒട്ടകത്തിന് ഞാൻ 5 സ്റ്റാറാണ് കൊടുക്കുന്നത്. എൻ്റെ ഒട്ടകം വളരെ ഡീസൻ്റ് ആയിരുന്നു. അതുപോലെ വളരെ സൽഗുണസമ്പന്നൻ ആയിരുന്നു എന്നൊക്കെ പറയാം. വേറെ പ്രശ്നങ്ങളൊന്നും എനിക്കോ അല്ലെങ്കിൽ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ളവർക്കൊന്നും എൻ്റെ ഒട്ടകം വഴി ഉണ്ടായിട്ടില്ല. അപ്പം ഞങ്ങൾ വളരെ നല്ലൊരു ഒട്ടക സവാരി തന്നെ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. നമ്മൾ സ്വയം വീഡിയോ എടുക്കുമ്പോൾ ഈ ഒരു അവസ്ഥയായിരിക്കും. ഒരു റോളർ കോസ്റ്ററിൻ്റെ മുകളിൽ ഇരുന്ന് പോകുന്നൊരു ഫീലാണ് ആക്ച്വലി ഉണ്ടാകുന്നത്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ളൊരു ഇളക്കം ഉണ്ടായിട്ടുണ്ട്. ആടുജീവിതം കണ്ടതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഫുള്ള് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന പാട്ട് മറ്റേ പെരിയോനെ എന്നുള്ള സോങ് ആയിരുന്നു എപ്പോഴും ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ദൂരെ കാണുന്നതാണ് ശരിക്കും ഭയങ്കര പക്കായിട്ടുള്ള മരുഭൂമി ഇതെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഇവർ ക്യാമ്പിന് വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് അത്രയ്ക്ക് ഭയങ്കര മണൽ ഇതായിട്ട് തോന്നുന്നില്ല. കുറച്ച് ചരലൊക്കെ ഉള്ള പോലത്തെ ഒരു ഭൂപ്രകൃതിയാണ് ഈ ഒരു സ്ഥലത്തുള്ളത്. ഇത് നമുക്ക് സഹാറ ഡെസേർട്ട് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു മരുഭൂമിയാണ്. പക്ഷേ ഇത് മറാക്കേഷിൻ്റെ കുറച്ചുകൂടി അടുക്കലുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പം ഞങ്ങളുടെ ക്യാമൽ റൈഡ് കഴിഞ്ഞു. ഭയങ്കര ഭയങ്കര ട്രാവൽ ലവേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരു മസ്റ്റ് ട്രൈ ആണ് ഈ ഒരു ക്യാമൽ റൈഡെന്ന് ഞാൻ പറയും. അതിവിടെയല്ല, വേറെ ഏതൊരു സ്ഥലത്താണെങ്കിലും ട്രൈ ചെയ്യാം. എനിവേ അത് ഭയങ്കര സ്മൂത്തായിരുന്നു. ഇത് ഞങ്ങളുടെ ക്യാമ്പിൻ്റെ റിസപ്ഷൻ ഏരിയ ആണ്. നല്ല കാം ആൻഡ് ക്വയറ്റായിട്ടിരിക്കുകയാണ്. കാരണം ആരും അങ്ങനെ അധികം എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ ഈ ക്യാമൽ റൈഡ് ഉള്ളതുകൊണ്ട് രാവിലെ എണീറ്റതാണ്.
അപ്പോൾ ഫ്രഷൊക്കെ ആയിട്ട് വന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മൊറോക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ്. മൊറോക്കൻ ബ്രെഡും മൊറോക്കൻ ടീയും പിന്നെ ഓറഞ്ച് ജ്യൂസും കുറച്ച് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഉള്ളതായതുകൊണ്ട് അങ്ങനത്തെ ടൈപ്പിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസും ഇതിൽ ആഡഡ് ആണ്. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇനി ഞങ്ങൾക്ക് തിരിച്ച് പോകണം. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കുറച്ച് വെള്ളമൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. കാരണം ഇവിടെ വെള്ളം കുറച്ച് ഭയങ്കര ദൗർലഭ്യമുള്ളൊരു രാജ്യമാണ് മൊറോക്കോ. അപ്പോൾ നമ്മൾ ബോട്ടിൽ വാട്ടർ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ബാക്കി കുറച്ച് സേഫ് അല്ല. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് ഞങ്ങൾ വീണ്ടും നമ്മുടെ കുറേ ഒട്ടകങ്ങളെ കാണാണ്. ഇവിടെ എവിടെ നോക്കിയാലും കുറേ ഒട്ടകങ്ങളും പിന്നെ സ്ക്വാഡ് ബൈക്കിംഗ് ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ പോകുന്നതിന് മുൻപ് വീണ്ടും കുറച്ച് ഒട്ടകങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു. എനിവേ അതൊരു മറക്കാനാവാത്ത അനുഭവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവർക്കും പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇനി ഞങ്ങളൊരു മൊറോക്കൻ സൂക്കിലേക്കാണ് പോകുന്നത്. പക്ഷേ ഇവിടെയൊന്നും ഒരുപാട് ക്യാമറ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം നമ്മളിവിടെ ലോക്കൽസിനൊക്കെ ക്യാപ്ചർ ചെയ്ത് അവരതുകൊണ്ട് നമ്മളെക്കൊണ്ട് ഡിലീറ്റ് ചെയ്യിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൺസെൻറ്റ് എടുത്തിട്ടാണ് ഞാൻ ചിലതൊക്കെ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇത് അർഗൻ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ പിന്നെ ഒരു റൂഫ് ടോപ്പ് സ്ഥലത്ത് പോയിട്ടാണ് ലഞ്ചൊക്കെ കഴിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ ഇത് കുറച്ച് ലോക്കൽസ് അധികമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അധികം വീഡിയോസൊന്നും ഈ ഏരിയകളിലൊന്നും എടുത്തിട്ടേ ഇല്ല. അപ്പം ഈ ഒരുപാട് ക്രോക്കറീസ് കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ഡെക്കറേഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇതൊരു റൂഫ് ടോപ്പ് റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തജീൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചത്. പക്ഷേ ഈ യാത്രയിൽ ആകെ കഴിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത തജീൻ ഇവിടുന്ന് മാത്രമായിരുന്നു. മിക്ക സ്ഥലത്ത് ഇതുപോലെ നാരകമൊക്കെ നട്ട് വലിയ നാരങ്ങയൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ട്രഡീഷണൽ ഹമാം ബാത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. പരമ്പരാഗത മൊറോക്കൻ ബാത്ത് നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധീകരിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പ്രക്രിയയായിട്ടാണ് കരുതുന്നത്. ഇതിൽ ഇവരൊരു ബ്ലാക്ക് സോപ്പ് എന്ന് പറയുന്നൊരു സാധനം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഭയങ്കര ഫ്രഷായിട്ട് ഒരു ചായ കുടിക്കാൻ വന്നതാണ്. അപ്പം ഇവിടുത്തെ വേറൊരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി. അവരൊരു ബോർഡ് പോലും വെച്ചിട്ടില്ല ശരിക്കും നമുക്കിതൊന്ന് ചൂണ്ടിക്കാണിക്കാൻ. അല്ലെങ്കിൽ പിന്നെ അവസാനം നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് പറഞ്ഞ് ഒരുവിധം മനസ്സിലാക്കി ഒരു ചായ കുടിച്ചു. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ച ശേഷം ഞങ്ങൾ വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ഞങ്ങൾ വീണ്ടും ഒരു സൂക്ക് പോലത്തെ ഒരു സ്ഥലം തന്നെ കണ്ടു. അപ്പം ഇവിടുത്തെ ഇങ്ങനത്തെ പോൾട്രി അതായത് സെറാമിക് ഐറ്റംസ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതെല്ലാം ഹാൻഡ് മെയ്ഡാണ്. അപ്പം ഇതുകൊണ്ട് തന്നെ ഇത് ഭയങ്കര പൊട്ടുന്ന സാധനമായിട്ട് നമുക്ക് ഒരുപാട് മേടിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൽ ഒരെണ്ണം മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഒരു മൊറോക്കൻ ഒരു എക്സോട്ടിക് ടച്ചായിരിക്കും നമ്മുടെ കിച്ചൺ ഉണ്ടാവുക. പിന്നെ ഇവിടെ നമുക്ക് ഒരു കോൺ ടൈപ്പിലുള്ളൊരു പോട്ടറി കാണാൻ പറ്റും. അത് ഇവിടുത്തെ തജീൻ ഡിഷസ് ഉണ്ടാക്കുന്ന ഒരു പാത്രമാണ്. ഇതിൻ്റെ വലിയ ഇത് കിട്ടും. വലുതാണ് അവർ പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ചെറുത് വാങ്ങിക്കാൻ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതിൽ ഈ ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ മാക്സിമം ആ സ്ഥലത്തെ സാധനങ്ങളൊക്കെ കണ്ട് എൻജോയ് ചെയ്തു. പിന്നെ അധികം സാധനം മേടിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കുറേയധികം കണ്ട് മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു സമയം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു നല്ല അടിപൊളി ഡിന്നറൂടെ കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുക്കുക. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടാണ് ഈ ഫുഡ് കഴിക്കാൻ വന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.